ഇതാ വരുന്നു പുതിയ സമൻസ്. CMRL മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയെ ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏതാണ്ട് 8.5 മണിക്കൂറോളം നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിലൂടെ പുതിയതായി എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുമോ എന്ന് അന്വേഷിക്കുകയുണ്ടായി. എന്നാൽ ആ ചോദ്യം ചെയ്യലിൽ വീണയ്ക്ക് കാര്യമായ ഒന്നും തന്നെ ഇഡിക്ക് മുന്നിൽ നിരത്താനായില്ല. തെളിവുകൾ നിരത്തി ഇഡിയെ ഖണ്ഡിക്കാനായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണയെ ഏത് നിമിഷവും ഒന്നുകൂടി ഇഡി വിളിച്ചു വരുത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി സോണൽ ഓഫീസിൽ കൃത്യം 10:30 തന്നെ ഭർത്താവ് മുൻ മന്ത്രി റിയാസിനൊപ്പം വീണ എത്തിയിരുന്നു. 11 മണിക്ക് ആരംഭിച്ച ചോദ്യം ചെയ്യൽ രാത്രി 7:50 വരെ നീണ്ടുനിന്നു. അങ്ങനെ ഏതാണ്ട് 8.5 മണിക്കൂറോളം നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിൽ വീണ കൃത്യമായ ഉത്തരങ്ങൾ പറഞ്ഞില്ല. മാത്രമല്ല, വീണ നേരത്തെ എടുത്ത നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു ഇന്നലെ ഇഡിക്ക് മുന്നിൽ. എന്താണ് 2,78,00,000 രൂപയുമായി ബന്ധപ്പെട്ട CMRLന്റെ സേവനം? ഇതാണ് ഇഡിക്ക് ആദ്യം അറിയേണ്ടത്. ആ സേവനവുമായി ബന്ധപ്പെട്ട് ഇന്നലെ വീണ ആവർത്തിച്ചത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഈ ഒരു സേവനം എന്ന് പറയുന്നത് താൻ നേരിട്ട് ആണ് ചെയ്തത്, അല്ലാതെ ഏതെങ്കിലും ഡിജിറ്റൽ മാധ്യമങ്ങൾ ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനം വഴിയോ ഒന്നുമല്ല, ഏതെങ്കിലും കോൺഫറൻസ് വഴിയോ ഒന്നുമല്ല ഇത് നടത്തിയത്. മറിച്ച് നേരിട്ടാണ്, അതായത് പേഴ്സൺ ടു പേഴ്സൺ എന്ന നിലയിലാണ് ഈ ഒരു സേവനം നൽകിയത്. അതുകൊണ്ട് അതിന് തെളിവ് നൽകാൻ കഴിയുന്നില്ല എന്നാണ് വീണ പറഞ്ഞത്. ഇത് തന്നെ നേരത്തെ വീണ പറഞ്ഞ കാര്യമാണ്. കാരണം ഈ സേവനം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിലല്ല, ഇമെയിലോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും കോൺഫറൻസോ അങ്ങനെ വഴിയല്ല നടത്തിയത്. മറിച്ച് CMRLന് താൻ നൽകിയ സേവനം എന്ന് പറയുന്നത് നേരിട്ട് നടത്തിയ സേവനങ്ങളാണ്. അതിന് തെളിവ് നൽകാൻ എനിക്ക് കഴിയില്ല എന്നുള്ള നിലപാടാണ് ഇന്നലെ ഇഡിക്ക് മുന്നിൽ വീണ എടുത്തത്. ആ ഒരു നിലപാട് പക്ഷേ ഇഡിക്ക് തൃപ്തികരമല്ല. ഇഡി വീണ്ടും ഈ വീണയെ സമൻസ് അയച്ച് വരുത്താൻ പോകുന്നു. ഏത് ദിവസമാണെന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ. ഇന്നലെ വീണ നൽകിയ മൊഴിയുടെ എല്ലാ സാധ്യതകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുകയാണ്. എവിടെല്ലാം വൈരുദ്ധ്യമുണ്ട്, ആ വൈരുദ്ധ്യം എങ്ങനെ വന്നു, ആ വൈരുദ്ധ്യത്തിൽ വീണ്ടും ഇഡിക്ക് ക്ലാരിഫിക്കേഷൻ വേണ്ടതുണ്ട്. അതുകൊണ്ട് തീർച്ചയായും വീണയെ വീണ്ടും ഇഡി വിളിച്ചു വരുത്തും. അതിനുള്ള ഡേറ്റ് മാത്രമേ ഇനി അറിയാനുള്ളൂ. അത് അധികം വൈകില്ല എന്ന് തന്നെയാണ് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം. 2 കാര്യങ്ങളാണ് ഇഡിക്ക് അറിയേണ്ടത്. ഒന്ന്, ഈ പറഞ്ഞതുപോലെ 2,70,00,000 രൂപയ്ക്ക് എന്ത് സേവനമാണ് വീണ വിജയൻ ഈ പറയുന്ന CMRLന് നൽകിയത്. മാത്രമല്ല, ആ 2,70,00,000 രൂപ വാങ്ങിയത് വീണയ്ക്ക് മാസം 5 ലക്ഷം രൂപ വീതയും, അതേപോലെ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന് 3 ലക്ഷം രൂപ വീതം മാസമാണ് നൽകി ഈ ഒരു 2,70,00,000 രൂപ തികയ്ക്കുന്നത്. അപ്പോൾ ഈ മാസം വ്യക്തിപരമായി ലഭിക്കുന്നുണ്ട് വീണയ്ക്ക് പണം. അതായത് CMRL വ്യക്തിപരമായി വീണയ്ക്ക് 5 ലക്ഷം രൂപ നൽകുന്നു. വീണയുടെ കമ്പനി ആയിട്ടുള്ള എക്സാലോജിക്കിന് പ്രതിമാസം 3 ലക്ഷം രൂപ നൽകുന്നു. എങ്ങനെയാണ് ഈ 2 തരത്തിലുള്ള സേവനങ്ങൾ? എന്തിനാണ് വ്യക്തിപരമായി ഈ 5 ലക്ഷം രൂപ വീണ വാങ്ങിയത്? അതിനുള്ള സേവനം എന്താണ്? എക്സാലോജിക്കിന് 3 ലക്ഷം രൂപ എന്തിനു വാങ്ങി? അതിനുള്ള സേവനം എന്താണ്? ഈ ഇങ്ങനെയുള്ള ഇഴകീറി പരിശോധിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണയ്ക്ക് മുൻപാകെ വെച്ചത്. പക്ഷേ അത്തരം ചോദ്യങ്ങൾക്കൊന്നും തന്നെ വീണയ്ക്ക് പുതിയതായി ഒന്നും പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രണ്ടാമതായി ഇഡിക്ക് അറിയേണ്ടിയിരുന്നത്, നേരത്തെ ഇഡി പ്രാഥമികമായി അന്വേഷിച്ച കാര്യം തന്നെയാണ്. കാരണം CMRLന്റെ അനുബന്ധ കമ്പനിയാണല്ലോ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനം. ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് 50 ലക്ഷം രൂപ വീണ കടമെടുത്തല്ലോ. ആ കടം എടുത്തതിൽ 4 ലക്ഷം രൂപ മാത്രമേ വീണ തിരിച്ചടച്ചുള്ളൂ. ഇവിടെ ഇഡി ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നം, എന്തിനാണ് ഈ 50 ലക്ഷം രൂപ വായ്പ വാങ്ങിയത്? എന്തുകൊണ്ടാണ് ഈ 4 ലക്ഷം രൂപ അടവിൽ അവിടെ നിന്നുപോയത്? ബാക്കി തുക അടയ്ക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇഡി തുടക്കം മുതലേ ഈ കേസിൽ അന്വേഷിക്കുന്ന അല്ലെങ്കിൽ ഇഡിക്ക് ലഭിക്കേണ്ടുന്ന ഈ 2 ക്വസ്റ്റ്യനും ഇന്നലെ വീണയ്ക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, വീണയ്ക്ക് തൻ്റെ വാദം സ്ഥാപിക്കുന്നതിന് തക്കതായിട്ടുള്ള തെളിവുകളും വീണയുടെ പക്കലില്ല. അതിനാണ് വീണ പറഞ്ഞത്, ഇതൊന്നും തന്നെ, ഈ ഇടപാടുകളൊന്നും തന്നെ ഏതെങ്കിലും ഇലക്ട്രോണിക് മീഡിയ വഴിയായിരുന്നില്ല, മറിച്ച് ഇതെല്ലാം നേരിട്ട് നടത്തുകയായിരുന്നു. അപ്പോഴും ഇഡി ചോദിച്ചത്, എങ്കിലായിക്കോട്ടെ, നേരിട്ട് നടത്തിയത് ആണെങ്കിൽ ശരി,
എന്തിനാണ് ഈ പറയുന്ന വ്യക്തിപരമായി വാങ്ങിയത്, രണ്ടാമതായി കമ്പനിയുടെ പേരിൽ വാങ്ങിയത്, രണ്ട് ഗഡുക്കളായി ഒരു മാസം എന്തിനാണ് ഈ പണം കൈപ്പറ്റിയത് എന്നുള്ള ചോദ്യത്തിനും വീണയ്ക്ക് ഉത്തരമില്ല. മറ്റൊന്ന്, ഈ പറയുന്നത് പോലെ 50 ലക്ഷം രൂപയുടെ വായ്പ എന്തിനാണെന്നുള്ള ഇഡിയുടെ പ്രാഥമികമായ ചോദ്യത്തിനും വീണയ്ക്ക് ഉത്തരം നൽകാനായില്ല. നമുക്കറിയാമല്ലോ, SFIയുടെ പക്കലാണ് ഇതിന്റെ രേഖകളെല്ലാം തന്നെ. SFIയുടെ പക്കലുള്ള വീണയുടെ മൊഴി അടക്കം പരിശോധിച്ചുകൊണ്ട് ഇനിയുള്ള നീക്കം ഇഡിയുടെ വളരെ കൃത്യതയാർന്ന നീക്കമായിരിക്കും. ഒരു തവണ കൂടി വീണയ്ക്ക് അവസരം കൊടുക്കുന്നു. അങ്ങനെ ഈ വീണ പറഞ്ഞില്ല എങ്കിൽ ഇന്നലത്തെ 8.5 മണിക്കൂറുള്ള ആ ചോദ്യം ചെയ്യലിൽ ഏതാണ്ട് 8.5 മണിക്കൂറും വീണയ്ക്ക് ഉത്തരം മുട്ടിയ ചോദ്യങ്ങൾ തന്നെയാണ് ഇഡിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. വ്യക്തമായ തെളിവുകൾ നൽകാതെ വീണ അവിടെ കുഴയുകയായിരുന്നു എന്നാണ് നമുക്ക് പുറത്തു വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. SFIയുടെ പക്കലുള്ള 134 എവിഡൻസ് ഉണ്ട്. ആ എവിഡൻസിനകത്ത് വീണയുടെ കൃത്യമായ മൊഴിയുണ്ട്. ആ മൊഴി കൂടി ചേർത്ത് വെച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ വീണയെ വീണ്ടും സമൻസ് അയച്ച് വരുത്തി ഇതിന്റെ കൃത്യമായ ഒരു വ്യക്തത വരുത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഇഡി പരിശോധിക്കുന്നത്. അങ്ങനെ കഴിയില്ല എങ്കിൽ അപ്പോൾ തന്നെ വീണയുടെ അറസ്റ്റ് ഉണ്ടാകും. കാരണം ഇഡിയുടെ നിയമം അനുസരിച്ചാണെങ്കിൽ ഇഡിക്ക് മുൻപാകെ പറയുന്ന തെളിവോ ഇഡിക്ക് മുൻപാകെ എഴുതി നൽകുന്ന ഉത്തരമോ തെളിവ് തന്നെയാണ്. ആ തെളിവാണ് ഇഡി കോടതിയിൽ ഹാജരാക്കുന്നത്. അതുകൊണ്ട് ഇഡി ചോദ്യം ചെയ്യുന്നതിന്റെ ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും, ഏത് പ്രതി ആയിക്കോട്ടെ വേണമെങ്കിലും ഇഡിക്ക് അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു പരമാധികാരം. അവരുടെ പല അധികാരങ്ങളിൽ ഒന്നതാണ്. ആ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ തന്നെ അവർക്ക് വേണ്ടത് കിട്ടി എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അവർക്ക് അറസ്റ്റ് ചെയ്യാം. അങ്ങനെ അടുത്ത തവണ അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇന്നലെ ഏതായാലും ഇഡി അങ്ങനെ ഒരു കടുത്ത നിലപാടിലേക്ക് പോകണ്ട എന്ന് തീരുമാനിച്ചത് കൊണ്ടായിരിക്കാം വീണയെ വെറുതെ വിട്ടത്. അടുത്ത തവണ വീണയ്ക്ക് അതിനിർണായകമാണ്. കാരണം SFIയുടെ കസ്റ്റഡിയിൽ നിന്നും ലഭിക്കാനുള്ള കൂടുതൽ രേഖകൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ട്, അതിൽ വീണ പറഞ്ഞിട്ടുള്ള മൊഴികൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് വീണയെ വീണ്ടും ചോദ്യം ചെയ്യുമ്പോൾ വീണയ്ക്ക് ഉത്തരം മുട്ടിയാൽ അപ്പോൾ തന്നെ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള കാര്യം തീർച്ചയാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.